അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നാം ഓരോരുത്തരും ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. നല്ല ഒരു മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും. എന്നും ബുദ്ധിമുട്ടും പ്രയാസവും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത്, അല്ലേ? ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല ബർക്കത്തും അതുപോലെ തന്നെ ഐശ്വര്യവും ഉണ്ടാകാനും അതുപോലെ സാമ്പത്തികമായി മെച്ചപ്പെടാനുമുള്ള ചില ആത്മീയ മാർഗങ്ങളെക്കുറിച്ചിട്ടാണ്. ആദ്യമായി ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതം മെച്ചപ്പെടാൻ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 5 വഖത്ത് നമ്മൾ നിസ്കരിക്കുക എന്നതാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകുക, മനസ്സിന് ശുദ്ധിയാക്കുക. ഒരു നിസ്കാരം പോലും നമ്മൾ ഖളാ ആക്കാതിരിക്കുക. പ്രത്യേകിച്ച് സുബഹി നമസ്കാരം ഒരിക്കലും നമ്മൾ ഖളാ ആക്കരുത്. ആ ഒരു സമയത്തെല്ലാം പടച്ച റബ്ബ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം അള്ളാഹു താല തുറന്നു കാണിച്ചു തരുന്നതാണ്. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരം അള്ളാഹു താല നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുകയും ഐശ്വര്യം നിറയുകയും ചെയ്യുന്നതാണ്. പടച്ച തമ്പുരാന് നമ്മുടെ സാമ്പത്തികമായും ശാരീരികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ കാക്കുന്നതാണ്. ഇനി അടുത്തതായി പറയുന്നത് ഒരു ചെറിയ ദിക്റാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചൊല്ലി തീർക്കാവുന്നതുമാണ്. ഈ ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ എന്നും പതിവാക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായി നമ്മൾ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കില്ല. സാമ്പത്തികമായ പിരിമുറുക്കം ഉണ്ടാകുന്ന സമയത്തും സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന സമയത്തും എല്ലാം ഈ ദിക്റിനെ നമ്മൾ മുറുകെ പിടിക്കുക. ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം അല്ലാഹു താല നമ്മളെ കാക്കുന്നതാണ്. ആ ഒരു പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം അല്ലാഹു താല നമുക്ക് തുറന്നു കാണിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു താല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി ഏതാണ് ആ ദിക്ർ എന്ന് നോക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഈ ഒരു ദിക്ർ നമ്മൾ 100 തവണ വീതം ദിവസേന ചൊല്ലുക. ഈ ഒരു ദിക്ർ 100 തവണ വീതം ചൊല്ലുക. ഈ ഒരു ദിക്ർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് വായിക്കാനായിട്ട് എളുപ്പമായി തീരും. ഈ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ സമ്പത്ത് നമ്മളെ തേടി വരുമെന്നാണ് പറയുന്നത്. അത്രയ്ക്കും പവറുള്ള ഒരു ദിക്ർ. ആത്മാർത്ഥമായ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രശ്നങ്ങൾ സാമ്പത്തികമായി പിരിമുറുക്കുന്ന സമയത്ത്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്ത് എല്ലാം അതിനുള്ളൊരു വഴി അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബർക്കത്തും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു മാർഗങ്ങളെല്ലാം തന്നെ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. 5 വഖത്ത് നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കുക, ഖളാ ആക്കാതിരിക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, മനസ്സിനെ എപ്പോഴും ശുദ്ധിയാക്കുക. ഈ ഒരു അറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.